ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മരീൻസ് കിച്ചൻ. ഒരു കപ്പ് മൈദയും 2 മുട്ടയും ഉണ്ടെന്നുണ്ടെങ്കിൽ മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്ക് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇതിന് ഒരുപാട് സമയമൊന്നും വേണ്ട, 10 മിനിറ്റ് മതി. മാവ് റെഡിയാക്കി വെക്കുക, ഒന്നും വേണ്ട കേട്ടോ. അപ്പോൾ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്ന ഈ ഒരു സ്നാക്കാണ്. ഇതിൻ്റെ റെസിപ്പി എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിനകത്തോട്ട് ഒരു 3 സ്പൂൺ പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് വലിയ സ്പൂണാണ്, ടേബിൾ സ്പൂൺ അല്ല. മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക കേട്ടോ. തീ കത്തിക്കേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിനകത്തോട്ട് ഒരു 1/2 കപ്പ് മുതൽ 3/4 കപ്പ് വെള്ളം വരെ ആവാം, അതിൽ കൂടേണ്ട. അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ തീ ഒന്ന് കത്തിച്ച് കൊടുക്കാം. ഇതിങ്ങനെ നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ ഇട്ടേച്ച് നമുക്ക് ഇതിനകത്തോട്ട് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 40 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് തിളപ്പിച്ച് മെൽറ്റാക്കി എടുക്കണം. ഇവിടെ ബട്ടർ എല്ലാം നന്നായിട്ട് ഉരുകി റെഡിയായി വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് മൈദ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് മൈദയാണ് നമ്മൾ എടുക്കുന്നത്. അത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. തീ വളരെ ലോ ഫ്ലെയിമിൽ ഇടാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ പത്തിരിക്കൊക്കെ മാവ് റെഡിയാക്കി എടുക്കാറില്ല അടുപ്പത്ത് വെച്ചിട്ട്, ആ ഒരു സെയിം പ്രോസസ്സിലാണ് ഇതും ചെയ്തെടുക്കുന്നത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഒരു സ്പൂണെങ്ങാനും വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. വളരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. ഇനി തീ ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാനായിട്ട് വെക്കുക. ഇതിപ്പോൾ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഞാനൊരു ട്രേക്കകത്തോട്ട് മാറ്റിയായിരുന്നു ഇത് തണുക്കാൻ വേണ്ടിയിട്ട്. ഇതിനകത്തോട്ട് നമുക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കാം. 2 മുട്ട ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ നിങ്ങളൊരു വലിയ പാത്രത്തിനകത്തോട്ടാണ് ഈ ഒരു മാവ് തണുക്കാൻ വെക്കുന്നതെങ്കിൽ അതിനകത്തിട്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ബോർഡിലേക്ക് അങ്ങനെ മാറ്റിയിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. കുഴച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവായിട്ട് ഇത് മാറ്റിയെടുക്കണം കേട്ടോ. മാവ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു പൈപ്പിംഗ് ബാഗും കൂടി വേണം. ഇതിനകത്തോട്ട് ഈ ഒരു ഷേപ്പിലുള്ള നോസിലിട്ട് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാൻ ഓൾറെഡി ഈ പൈപ്പിംഗ് ബാഗ് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള മാവ് നമുക്ക് ചേർത്തിട്ട് ഈ പൈപ്പിംഗ് ബാഗ് റെഡിയാക്കി എടുക്കുക. അതിനുശേഷം ഇതുപോലെ സ്ക്വീസ് ചെയ്തെടുക്കണം. അത് ഇഷ്ടമുള്ള വലിപ്പത്തിൽ നിങ്ങൾക്ക് ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഇത്രയും വലിപ്പത്തിലാണ് ഇത് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇത് എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു 4-5 എണ്ണം ഇതുപോലെ ചെയ്ത് വെച്ചിട്ട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നേരിട്ട് നിങ്ങൾക്കത് എണ്ണയ്ക്കകത്തോട്ട് സ്ക്വീസ് ചെയ്തിട്ട് പൊട്ടിച്ചിട്ട് കൊടുത്താലും മതി. പക്ഷെ അതാകുമ്പോൾ ഇച്ചിരി റിസ്ക്കാണ്. എണ്ണയായ കാരണം കൈമിക്കൊക്കെ തെറിക്കും ചിലപ്പോൾ. ഇതൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ, നന്നായിട്ട് മുരിഞ്ഞ് വരുന്നത് വരെ നിങ്ങളിതിങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് വേവിച്ചെടുക്കുക. ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ല ഇത് വെന്ത് വരാനായിട്ട്. ഇതിപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ ആ ഒരു നോസിലിട്ടിട്ട് റെഡിയാക്കി കഴിഞ്ഞാൽ കിട്ടുക. ഇനി ചെയ്യാൻ പോകുന്നത് പൈപ്പിംഗ് ബാഗ് ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ കുറച്ച് മാവ് എടുത്തിട്ട് നമ്മൾ കൈക്ക് തന്നെ ഉരുട്ടിയിട്ട് ഒരു ചെറിയൊരു വലിപ്പത്തിലുള്ളത് മാത്രം എടുത്ത് ഇതുപോലെ നീളത്തിലാക്കി എടുക്കുക. ഇത് എണ്ണയ്ക്കകത്തോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതാകുമ്പോൾ ഈസി ആയിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ വലിയ പ്രോബ്ലം ഒന്നുമില്ല, ആ ഒരു ഷേപ്പ് മാത്രമേ ഉണ്ടാവില്ല എന്നേ ഉള്ളൂ. പക്ഷേ ടേസ്റ്റൊക്കെ ഒരുപോലെ ആയിരിക്കും. അപ്പോൾ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന റെസിപ്പിയാണ്. 10 മിനിറ്റ് മാത്രം മതി. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാനായിട്ട്